ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണിയിൽ നേന്ത്രക്കായയുടെ വില കുതിക്കുന്നു. ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾക്ക് ആവശ്യമായ നേന്ത്രക്കായയുടെ വില ഉയർന്നതോടെ ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് ചെലവേറുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. വിപണിയിൽ നേന്ത്രക്കായയുടെ വില കിലോയ്ക്ക് 60 മുതൽ 70 രൂപ വരെയായി ഉയർന്നു. നേന്ത്രപ്പഴത്തിന് കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയാണ് നിലവിലെ വില. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം മൊത്ത വിപണിയിൽ നേന്ത്രക്കായയുടെ വില കിലോയ്ക്ക് 10 മുതൽ 12 രൂപ വരെ വർദ്ധിച്ചതായാണ് വ്യാപാരികൾ പറയുന്നത്. അതെ, നേന്ത്രക്കായയുടെ വില 2 ദിവസം മുമ്പ് 55 രൂപ 50 രൂപയായിരുന്നു. ഇന്നേക്ക് 60 രൂപയാണ്. ഞാലിപ്പൂവിൻ്റെ വില അതേപോലെ വില കമ്മി ഉണ്ടായിരുന്നു, 60 രൂപ ഉണ്ടായിരുന്നു. ഇന്നേക്ക് 70-80 രൂപയായിരുന്നു. പിന്നെ പാളയം കൂടെ ചെറുപഴം 40 രൂപയായിരുന്നു, ഇപ്പം 50 രൂപയാണ്. അത് എന്താണെന്ന് അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് വില കമ്മിയോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. മഴൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഇറക്കുന്നവരെ നമുക്ക് വേറെ ആൾക്കാരാണല്ലോ ഇറക്കുക, നമ്മളല്ലല്ലോ. വിലയിൽ കുറവുള്ളൂ. വിലയിൽ കുറവ് കാരണമല്ല എത്ര വില, അല്ലെങ്കിൽ നിറയെ കായ് വരികയാണെങ്കിൽ ഈ വില ഉണ്ടാവില്ലല്ലോ. വില കൂടിയത് കൊണ്ട് കുറവാണ്, മഴ കാരണം. അല്ലെങ്കിൽ പിന്നെ വലിയ ഇതില്ല. ഇപ്പോൾ കച്ചവടം ഇത്തിരി കമ്മിയാണ് മഴ കാരണം, അല്ലെങ്കിലൊക്കെ കച്ചവടം ഉണ്ടാകുന്നു. 2 ദിവസം മുമ്പ് വില കമ്മിയായിരുന്നു, 50 രൂപ 55 രൂപ വേണ്ടി വിറ്റു. ഇന്നേക്ക് 65 രൂപ. അതെ, 2 ദിവസം കൊണ്ടാണ് വില കൂടിയത്. പാലക്കാട് ജില്ലയിലെ വിപണികളിലേക്ക് കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും നേന്ത്രക്കായ എത്തുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഉൽപാദനത്തിൽ കുറവുണ്ടായതാണ് നിലവിലെ വിലവർധനയ്ക്ക് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉൽപാദനം കുറഞ്ഞതിന് പിന്നാലെ വിപണിയിലേക്കുള്ള നേന്ത്രക്കായയുടെ വരവും കുറഞ്ഞു. ഓണവിപണി സജീവമാകുന്നതോടെ നേന്ത്രക്കായയ്ക്ക് ആവശ്യക്കാർ വർദ്ധിക്കുമെന്നതിനാൽ വരവ് കുറഞ്ഞാൽ വില വീണ്ടും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ലഭ്യതക്കുറവ് മുന്നിൽ കണ്ട് കച്ചവടക്കാർ ഇപ്പോൾ തന്നെ കുലകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേന്ത്രക്കായയുടെ വില വർദ്ധിക്കുന്നത് പഴവിപണിയിൽ മാത്രമല്ല, ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാകാത്ത വിഭവങ്ങളുടെ വിലയിലും പ്രതിഫലിക്കുകയാണ്. നേന്ത്രക്കായയുടെ വില കൂടിയതോടെ സദ്യയിലെ പ്രധാന വിഭവങ്ങളായ വറുത്തുപ്പേരിക്കും ശർക്കര ഉപ്പേരിക്കും വില ഉയരുകയാണ്. വിവിധ ഇനം പഴങ്ങൾക്കും വിപണിയിൽ വ്യത്യസ്ത നിരക്കുകളാണ്. നിലവിൽ മൈസൂർ പഴത്തിന് കിലോയ്ക്ക് 30 മുതൽ 40 രൂപ വരെയാണ് ശരാശരി വില. ഞാലിപ്പൂവന് കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയും റോബസ്റ്റിന് 50 രൂപയ്ക്ക് മുകളിലും വിലയുണ്ട്. ചെങ്കതളിക്ക് കിലോയ്ക്ക് 65 മുതൽ 70 രൂപ വരെയാണ് ശരാശരി വില. പ്രദേശത്തിനനുസരിച്ചും വാങ്ങുന്ന അളവിനനുസരിച്ചും വിലയിൽ വ്യത്യാസമുണ്ടാകാം. ഓണസദ്യയ്ക്കായി വീടുകളിലും ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും വലിയ തോതിൽ നേന്ത്രക്കായ ആവശ്യമായി വരും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നേന്ത്രപ്പഴത്തിനും ആവശ്യക്കാർ വർദ്ധിക്കും. ഓണത്തിന്റെ രുചിയിൽ നേന്ത്രക്കായയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. എന്നാൽ ഓണത്തിന് മുന്നേ നേന്ത്രക്കായയുടെ വില കുതിക്കുമ്പോൾ ഇത്തവണ സദ്യയുടെ താളത്തിൽ വിലക്കയറ്റത്തിന്റെ കയ്പ് എത്രത്തോളം കലരുമെന്ന ആശങ്കയിലാണ് മലയാളികൾ. UTV ന്യൂസ്, പാലക്കാട്.